മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് ഒരു 250 ml കപ്പിന് നമ്മൾ കടലമാവ് എടുത്തു. പിന്നെ അതിൻ്റെ പകുതി അരിപ്പൊടി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് അതിൽ കായപ്പൊടി അത് ചേർത്തു. പിന്നെ കുറച്ച് സോഡാപ്പൊടിയും പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ പഞ്ചസാര, അത് കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാര, അതൊന്ന് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഇത്തിരി എണ്ണയും കൂടെ ഒഴിക്കണം, ജസ്റ്റ് ഒന്ന് കുഴച്ച് ശരിക്കും ഒന്ന് കുഴച്ച് കിട്ടാൻ. എന്നിട്ട് അതിൽ മൈദ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇടണം കുഴയ്ക്കുമ്പോൾ. മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ ബൂന്തി ഉണ്ടാക്കാനും കടലമാവ് എടുത്തു, അതേപോലെ അരിപ്പൊടി എടുത്തു. അതിൻ്റെ അളവ് അത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കടലമാവ്, അരിപ്പൊടി, പിന്നെ അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ, ഇത് അരിപ്പൊടിയാണ്, അരിപ്പൊടി എടുത്തു. പിന്നെ കുറച്ച് കായം, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരിച്ചിരി സോഡാപ്പൊടി, അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരിച്ചിരിയും കൂടെ കൂടണം. അതൊരിച്ചിരി പോറിങ് കൺസിസ്റ്റൻസിയിൽ വരണം. ഇത് ബൂന്തി ഉണ്ടാക്കാനാണ്. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് വെളുത്തുള്ളി, അത് തൊലിയോടെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടുക. കരിവേപ്പിലയും ഒന്ന് വറുത്ത് കോരുക. പിന്നെ നമ്മൾ സേവനാഴിയിൽ ആദ്യം നമ്മൾ കുഴച്ച് വെച്ചില്ലേ മിക്സ്ചറിനുള്ളത്, അപ്പോൾ ആദ്യം അതിനെ ഒന്ന് സേവനാഴിയിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതേപോലെ എല്ലാം അത് ആ മാവ് കുഴച്ച് വെച്ചത് കഴിയണവരെ അതെല്ലാം പിഴിഞ്ഞിട്ട് അത് വറുത്ത് കോരി എടുക്കുക. പിന്നെ നമ്മൾ കടല വറക്കണം. കടലയും പിന്നെ ചുവന്ന മുളകും. കടല ഇട്ടു, അതൊന്ന് വറുത്തെടുത്തു. പിന്നെ ചുവന്ന മുളക്, കരിവേപ്പില, അത് എത്ര വേണമെങ്കിലും കരിവേപ്പില നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ബൂന്തി ഉണ്ടാക്കുക. ബൂന്തിയും വറുത്ത് കോരി, എന്നിട്ട് ഇതിൽ കുറച്ച് കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടണം. കായപ്പൊടി ഇട്ടതിൻ്റെ വീഡിയോ അത് മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ച് കായപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് കുറച്ച് ഉപ്പാണ്, ജസ്റ്റ് ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മിക്സ്ചർ റെഡി.